ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്കൊരു പാലട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് 2 കപ്പ് 150 ml 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്താൽ മതി. ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി മാരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിനുശേഷം 1 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 1 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട നമുക്ക് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അരച്ചെടുക്കാം. അതും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. മുട്ടയും കൂടി ഇട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണ്ണി, നല്ല ഒരുമാതിരി ഇച്ചിരി അകലമുള്ള കണ്ണിയുള്ള അരിപ്പ എടുക്കാം. തീരെ അടുത്ത കണ്ണിയാകരുത്, സ്വല്പം അകൽച്ചയുള്ള കണ്ണിയുള്ള അരിപ്പ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ആ മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന ബാറ്റർ അങ്ങോട്ട് ഒഴിച്ച് അരിപ്പയിലേക്ക് ഒഴിച്ച് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മൾക്ക് ഏത് കറിയും കൂട്ടി നമുക്കിത് കഴിക്കാൻ പറ്റും. നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ശരിക്കും ആ മാവ് ശരിക്കും പോരുവാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തു. ഇനി ആ ഗ്ലാസിൻ്റെ 1/4 ഭാഗം വെള്ളം ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1/4 ഭാഗം ഇപ്പം മുഴുവൻ ഒഴിച്ചു. അപ്പോൾ നമ്മൾ ആവപ്പാടെ 2 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ അരയ്ക്കാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തു. പിന്നെ ഇത് അരിക്കാനായിട്ട് അതിൻ്റെ മേളിൽ മാവ് ശരിക്ക് പോരുവാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അത് അരിച്ചെടുത്തു. ഏകദേശം നമ്മുടെ മാവ് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കുവാനായിട്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പയിലേക്ക് വയ്ക്കാം. നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയോ എന്ത് വേണേലും അടുപ്പയിലേക്ക് വയ്ക്കുക. ഞാനിപ്പോൾ എണ്ണയൊന്നും തൂക്കുന്നില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയത് കാരണം എണ്ണയൊന്നും തൂക്കുന്നില്ല. കത്തിച്ച് നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ ബാറ്റർ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ ഓരോ തവണ ഒഴിക്കുമ്പോഴും ഇളക്കി ഒരു 1.25 തവി ഓളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് നമുക്കത് ഒന്ന് വേകുവാനായിട്ട് ഒരു 2-3 മിനിറ്റ്, 4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അത് പാലട വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാത്രം മേളിൽ വെച്ച് ആ പാത്രത്തിലേക്ക് കമത്തിയെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളുടെ പാലട റെഡിയായി. കണ്ടോ, ഇതാണ് നമ്മളുടെ പാലട. ഇനി നമ്മൾക്കത് അതിൻ്റെ ഒന്ന് തൂത്തിട്ട് ചെറിയ തരിയൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു കോട്ടൺ തുണി കൊണ്ടൊന്ന് തൂത്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു 1.25 തവിയോളം ഒഴിച്ചു. നമ്മൾ ഒഴിച്ച ഉടനെ അത് ചുറ്റിക്കണം, അല്ലെങ്കിൽ അത് ഉറച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. നമ്മൾ ഒഴിച്ച ഉടനെ അത് ചുറ്റിച്ചെടുക്കണം.
അല്ല എങ്കിൽ നമ്മൾക്ക് പതുക്കെ തവ പൊക്കി വെച്ചിട്ട് ഒഴിച്ചാലും മതി. ഒഴിച്ചിങ്ങനെ ചുറ്റിച്ചെടുത്ത് ഒരു 3-4 മിനിറ്റ് അത് വേകുവാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മറിച്ചെടുത്ത് നമുക്കുണ്ടാക്കാം. ഓരോ തവണയും നമ്മൾ എടുക്കുമ്പോഴത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അടിയിൽ അത് ഊറി അതിൻ്റെ താന്ന് കിടക്കും. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഇളക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾക്ക് ഇട്ട ഉടനെ അതിനകത്തേക്ക് ഒരു 1-1.25 തവി കോരി ഒഴിച്ച ഉടനെ നമ്മൾക്ക് ചുറ്റിച്ചെടുക്കണം. ശേഷം 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ വെന്ത് കിട്ടും. കണ്ടോ, അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഏത് കറിയുടെ കൂട്ടത്തിലും നമുക്ക് ഈ പാലട കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടോ പാലട. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.